എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളിൽ നിന്നാണ്, ജനങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത്. ജനങ്ങളിൽ നിന്നാണ് ഞങ്ങൾ പാഠം പഠിക്കാറുള്ളത്. തെരഞ്ഞെടുപ്പുകളുടെ ജയപരാജയങ്ങൾ മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുന്നത്. 2019 ഇതിനേക്കാൾ കനത്ത തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായത്. അത് കഴിഞ്ഞ് 4 മാസത്തിനകം കേരളത്തിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ 50 കൊല്ലം UDF മാത്രം ജയിച്ചിരുന്ന കോട്ടയം ജില്ലയിലെ പാലയിൽ ഇടതുപക്ഷമാണ് ജയിച്ചത്. വട്ടിയൂർക്കാവിൽ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇടതുപക്ഷം പ്രശാന്ത് അവിടെയാണ് ജയിച്ചത്. കോന്നി കെ സുരേന്ദ്രൻ ഒരു ഘട്ടത്തിൽ ജയിക്കും എന്ന് കരുതി തെരഞ്ഞെടുത്ത പത്തനംതിട്ടയിലെ മണ്ഡലത്തിൽ ഞങ്ങളാണ് ജയിച്ചത്. ലോകസഭയിലെ തിരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചതിനുള്ള കാരണങ്ങൾ ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. തിരുത്തേണ്ടതല്ല, ഞങ്ങൾ പറഞ്ഞില്ല, ജനങ്ങളുടെ മുമ്പിൽ തിരുത്തുന്നതിന് ഒരു മടിയും ഇടതുപക്ഷത്തിനില്ല. തിരുത്തി മുന്നോട്ട് പോകും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിൻ സ്റ്റെതസ്കോപ്പ് പടയാളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വട്ടിയൂർക്കാവിൽ കോന്നിയിൽ ഇടതുപക്ഷം ജയിച്ചതുപോലെ ജയിക്കാൻ കൂടി വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പാണ്.